അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അതും മൾട്ടി ഇമോഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് കേട്ടോ. ഓണ സീസണൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സദ്യ കഴിക്കാൻ ഇറങ്ങിയതാ. കോബാറിലെ തന്നെ ക്ലാസിക് റെസ്റ്റോറൻറ്റ് കേട്ടോ വന്നത്. ഉത്രാടൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റൊക്കെ സെറ്റാക്കി വന്നപ്പോക്ക് നല്ല പോലെ വിശന്നിന്ന്. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ കോബാറത്തെ കംപ്ലീറ്റ് മലയാളീസും ഇതിനുള്ളിലാണെന്ന് തോന്നും. പിന്നെ കുറെ നേരം നിൽക്കേണ്ടിന്ന് വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയെന്ന്. പിന്നെ ഫുഡിന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തു. ഇത് കണ്ട സൗദി അറേബ്യത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് തോന്നുമോ? ഇവിടെ കംപ്ലീറ്റ് മലയാളീസാ. എനിക്ക് ഈ സദ്യ ആണ്ടിലൊരിക്കലൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അതാ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വായിലെത്തി അതിൻ്റെ ബാക്കിൽ ഓരോന്നായിട്ട് എത്തി തുടങ്ങിയിരുന്നു കേട്ടോ. എനിക്കിതാ ഓരോ ഐറ്റംസ് വരുമ്പോഴും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. എനിക്ക് ഈ ഉപ്പേരീസിൻ്റെ നെയിംസ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ലേ. ഇതിൽ 1-2 ഉപ്പേരീസിൻ്റെ നെയിംസ് മാത്രമാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. അങ്ങനെ തന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ചോറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചോറ് ഇവിടെ എത്തിയെങ്കിലും നമ്മൾ ഉപ്പേരിൻ്റെ വരവ് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഈ സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഈ ഒരു ഗ്ലാസ്സിലിരിക്കുന്ന രസവും പിന്നെ പാലടപ്രഥമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടുത്തെ പായസം ഇച്ചിരി മൂഞ്ചിപ്പോയി. എനിക്ക് വല്ലാണ്ടാണ്ട് പറ്റിയില്ല. പക്ഷെ ബാക്കിയൊക്കെ സെറ്റ് ആയതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ഗാങ്ങിലെ ബാസന്തി ആട്ടോ ഈ ഇരിക്കണേ. എന്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ സദ്യ കഴിക്കാൻ തുടങ്ങിയത്. എന്നാൽ പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് വരാം. സദ്യ കഴിച്ച് വയറും മനസ്സും നിറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വിട്ടത്. ഇവിടെ നമ്മൾ മലബാർ ഗോൾഡ് കട്ട വന്നത് നമ്മുടെ ലിനുമോൾക്ക് ജ്വല്ലറി നോക്കാനായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ജ്വല്ലറി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ബ്യൂട്ടി പാർലർക്കാണ്. അതും എനിക്കല്ല, ലിനുമോളുടെ ഹെയർസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഹെയർ കട്ടിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ സർപ്രൈസ് റിവീൽ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണ്. ഒക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒക്കെ ടക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബോസ്മാർ 2 പേരും പോരുന്നില്ല. അതെ, ഞങ്ങൾ ഈ ലേഡീസ് മാത്രമാട്ടോ പോകുന്നത്. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. നാട്ടിൽ പോകുന്ന എക്സൈറ്റ്മെന്റും കൂടിക്കലർന്ന ഒരു ഇമോഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. ദമാം എയർപോർട്ടിൽ മാത്രം കണ്ടുവന്ന ഒരു ചടങ്ങാണ് ഇട്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് എത്ര പെർഫെക്ഷനിൽ പെട്ടി കെട്ടിയാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്യണം. നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് നൈറ്റിൽ 12:30 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാസിദ അവിടെ എൻ്റെ പെട്ടിയൊക്കെ റാപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ട് അതിൻ്റെ നെയിമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് എൻ്റെ പെട്ടി മാറി പോകണ്ടെന്ന് വെച്ചിട്ടോ. പെട്ടിയൊക്കെ റാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമമൊക്കെ വന്ന് തുടങ്ങി. നമ്മുടെ നാസിനെ അവിടെ ഒറ്റയ്ക്കിട്ട് പോകണ്ടേ എന്നുള്ളൊരു സങ്കടം. ഇനി എനിക്ക് 2-3 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ മേടിച്ചു. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് എയർപോർട്ടിൽ തന്നെ അൽബേക്കിൽ കയറിയിട്ട് പാർസൽ മേടിച്ചൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് പോവുകയാണ്. ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് നാസിനോട് പെട്ടെന്നൊരു ബായും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോന്നിക്കണം. ഇനിയും കുറേ നേരം അവിടെ നിന്നാലും നമ്മളെ വിഷമം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. എന്താണെന്നറിയില്ല, എവിടെയും വല്ലാണ്ട് ഡിലേ ഒന്നും ഇല്ലായിരുന്നു. ഒക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ നമ്മുടെ സൗദി അറേബ്യ ഇങ്ങനെ കാണാൻ. പിന്നെ കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാന്ന് കരുതി. ഫുഡൊക്കെ നമ്മൾ പാർസൽ മേടിച്ചുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അൽബേക്കിന്ന് ഒരു ബർഗർ ആയിരുന്നു കേട്ടോ മേടിച്ചിരുന്നേ. ഈ ടൈമൊക്കെ ആയപ്പോക്ക് അത് തണുത്തിരുന്നു കേട്ടോ. പിന്നെ മേടിച്ചതല്ലേന്ന് വെച്ചിട്ട് ഞാൻ അത് കഴിച്ചു. പിന്നെ കിടന്നുറങ്ങിയിട്ട് ഞാനിത് ഈ ഒരു സൺറൈസ് കണ്ടിട്ടോ ഈ നിൽക്കുന്നത്. എന്ത് ഭംഗിയെന്ന് കാണാനെന്നോ. നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും നമ്മളെ ഫോണിൽ കിട്ടണില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു വിഷന്. 4:30 മുതൽ 7:00 വരെ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടിരുന്നു ഞാൻ. അങ്ങനെ തന്നെ ഞാൻ നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എൻ്റെ കുറച്ച് വിഷമൊക്കെ അണ്ട് മാറിക്കിട്ടി. എന്തെന്നറിയില്ല, എവിടുന്നൊക്കെ ഒരു കുളിരും. നമ്മുടെ ഈ പ്രകൃതി രമണീയമായ പച്ചപ്പും പുഴയൊക്കെ കണ്ടപ്പോക്ക് എൻ്റെ മൈൻഡാണ് സെറ്റായി. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ബൈ.